ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു AlfaEduMate. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ പറയാറില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? എനിക്ക് ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് മക്കളുണ്ടോ? എനിക്ക് മക്കളൊന്നുമില്ല. ഇത്തരം സെൻറ്റൻസുകൾ നമ്മുടെ മിക്ക കോൺവെർസേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ട ഒരു കാര്യമാണ് എന്തെന്നറിയോ? ഡു ഹാവ്. ഓക്കെ, ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ എന്നാട്ടോ. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. അപ്പോൾ തന്നെ പഠിച്ചേക്കുക. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം അല്ലേ, എങ്ങനെയൊക്കെ ചോദിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സെൻറ്റൻസ് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഇത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ കൊണ്ടുവരിക? ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. ഇനി എന്തുണ്ടോ എന്നാണ് ചോദിച്ചത്? ജോലിയുണ്ടോ, എന്തെങ്കിലും ജോലിയുണ്ടോ എന്നാണ് ചോദിച്ചല്ലേ. ജോലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാം? ജോബ് എന്നാണല്ലേ. അപ്പോൾ എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഈ ജോബിൻ്റെ മുമ്പിൽ എനി കൊണ്ടുവന്നാൽ മതി കേട്ടോ. എനി ജോബ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ജോലിയുണ്ടോ എന്നായിട്ടോ. എളുപ്പമല്ലേ? അപ്പോൾ എങ്ങനെ പറഞ്ഞത്? ഡു യു ഹാവ് എനി ജോബ്, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. ഡു യു ഹാവ് എനി ജോബ്. ഡു യു ഹാവ് എനി ജോബ്. ക്ലിയർ ആയല്ലോ. അടുത്തൊരു സെൻറ്റൻസ് പറയാണ്. എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്കൊരു ജോലിയില്ല. എങ്ങനെ പറയാ? എനിക്കൊരു ജോലിയില്ല. അപ്പം എനിക്കില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഐ ഡോണ്ട് ഹാവ്. ഓക്കെ, ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല എന്നായില്ലേ. ഐ ഡോണ്ട് ഹാവ്, ഇനി എന്താ എനിക്കില്ലാത്ത? എനി ജോബ്. ഐ ഡോണ്ട് ഹാവ് എനി ജോബ്, എനിക്കൊരു ജോലിയില്ല. ഐ ഡോണ്ട് ഹാവ് എനി ജോബ്, എനിക്ക് ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല. ഐ ഡോണ്ട് ഹാവ് എനി ജോബ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബ്രദേഴ്സ് ഉണ്ടോ, നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ, ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അതേപോലെ തന്നെ ചോദിച്ചാൽ മതി കേട്ടോ. ജോബ് എന്നുള്ളിടത്ത് ബ്രദേഴ്സ് ആക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ. ഡു യു ഹാവ്, നിങ്ങൾക്കുണ്ടോ. എന്തുണ്ടോ അല്ലെങ്കിൽ ആരുണ്ടോ എന്നാണ് ചോദിച്ചത്? ബ്രദേഴ്സ് ഉണ്ടോ എന്നല്ലേ ചോദിച്ചത്. ഡു യു ഹാവ് ബ്രദേഴ്സ്, നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ. ഐ ഡോണ്ട് ഹാവ് ബ്രദേഴ്സ്, എനിക്ക് സഹോദരന്മാരില്ല. ഐ ഡോണ്ട് ഹാവ് ബ്രദേഴ്സ്, എനിക്ക് സഹോദരന്മാരില്ല. ഇനി അയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. ഇതെങ്ങനെ ചോദിക്കുക? ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. ഓക്കെ, ഡസ് ഹി ഹാവ് എനി ജോബ്. നമ്മൾ നേരത്തെ ഡു യു ഹാവ് എന്നുള്ളിടത്ത് നമ്മളിവിടെ ഡസ് ഹി ഹാവ് എന്നാണ് വെച്ചതില്ലേ. ഇവിടെ അയാൾക്ക് എന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹി കൊണ്ടുവന്നത് കേട്ടോ. അയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. അപ്പം അയാൾ എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കൊണ്ടുവരുന്നത് എന്താണ്? ഹി എന്നാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡസ് ഹി ഹാവ്, അപ്പോൾ ഹി വന്നുകൊണ്ട് നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ അവിടെ ഡസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഏതൊക്കെ സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ നമ്മൾ ഡസ് കൊണ്ടുവരണം കേട്ടോ. ഡസ് ഹി ഹാവ്, ഡസ് ഇറ്റ് ഹാവ്, ഡസ് ഷീ ഹാവ്. ഓക്കെ, ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. ഡസ് ഹി ഹാവ് എനി ജോബ്. ഡസ് ഹി ഹാവ് എനി ജോബ്. അപ്പോൾ ഈ ഡസ് എന്നുള്ളിടത്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അല്ലേ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഡൂക്ക് പകരം ഡസ് ഉപയോഗിക്കാന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അയാൾക്കൊരു ജോലിയില്ല, അതെങ്ങനെ പറയാ? എങ്ങനെ പറയാം? ഹി ഡസിൻറ്റ് ഹാവ് എനി ജോബ്. ഹി ഡസിൻറ്റ് ഹാവ് എനി ജോബ്. ഓക്കെ, ഇനി അടുത്തത് അവർക്ക് മക്കളുണ്ടോ. ഇതെങ്ങനെയാ ചോദിക്കാം? അവർക്ക് മക്കളുണ്ടോ. ഇതെങ്ങനെയാ? ഇത് ഡു വെച്ചിട്ട് തന്നെ ചോദിക്കാം അല്ലേ. ഡു ദേ ഹാവ്, അവർ എന്നുള്ളത് ദേ ആണല്ലേ. അപ്പം ഡു ദേ ഹാവ് ചിൽഡ്രൻ, മക്കൾ, ചിൽഡ്രൻ. ഡു ദേ ഹാവ് ചിൽഡ്രൻ, അവർക്ക് മക്കളുണ്ടോ. അവർക്ക് മക്കളൊന്നുമില്ല. ഇതെങ്ങനെയാ പറയാം? ദേ ഡോണ്ട് ഹാവ് ചിൽഡ്രൻ. ദേ ഡോണ്ട് ഹാവ് ചിൽഡ്രൻ. ഡു ഹാവ് ഉണ്ടോ, ഡോണ്ട് ഹാവ് ഇല്ല. ഓക്കെ, നോട്ട് വരുമ്പോൾ എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആട്ടോ. ഇല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേ ഡോണ്ട് ഹാവ് ചിൽഡ്രൻ, അവർക്ക് മക്കളൊന്നുമില്ല. ഇനി ഉണ്ട്, അവർക്ക് 2 മക്കളുണ്ട്. ഇതെങ്ങനെ പറയാ? യെസ്, അതെ. ദേ ഹാവ് 2 ചിൽഡ്രൻ, അവർക്ക് 2 മക്കളുണ്ട്. യെസ്, ദേ ഹാവ് 2 ചിൽഡ്രൻ, അവർക്കുണ്ട്. ദേ ഹാവ്, ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടെന്നാട്ടോ. ദേ ഹാവ്, അവർക്കുണ്ട് 2 ചിൽഡ്രൻ, 2 മക്കൾ. ക്ലിയർ ആയല്ലോ. അടുത്ത ഞാൻ ചോദിക്കുകയാണ്, അവൾക്ക് ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ. ഇതെങ്ങനെയാണ് ചോദിക്കാം? അവൾക്ക് ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിക്കാം. ഡസ് അല്ലേ. ഷീ, അവൾ എന്നുള്ളത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഹി, ഷീ, ഇറ്റൊക്കെ എന്താണ്? സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക?
ഡസ് ഷീ ഹാവ് എനി റിലേറ്റീവ്സ്? ഡസ് ഷീ ഹാവ് എനി റിലേറ്റീവ്സ്? അവൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അവൾക്ക് ബന്ധുക്കൾ ആരുമില്ല. എങ്ങനെ പറയാം? നോ, ഷീ ഡസൻറ്റ് ഹാവ് എനി റിലേറ്റീവ്സ്. ഷീ ഡസൻറ്റ് ഹാവ് എനി റിലേറ്റീവ്സ്. ഷീ ഡസൻറ്റ് അവൾക്കില്ല. എനി റിലേറ്റീവ്സ്, ഒരു റിലേറ്റീവ്സും. ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ടൈപ്പ് സെൻറ്റൻസുകൾ പഠിക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഡു ഹാവ്, ഡോണ്ട് ഹാവ്, ഡസ് ഹാവ്, ഡസൻറ്റ് ഹാവ്. ഓക്കെ, ഡു ഹാവ് ഉണ്ടോ, ഡോണ്ട് ഹാവ് ഇല്ല. ഓക്കെ, അപ്പോൾ ഡു ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെ ആട്ടോ. ഐ, യു, ദേ, വി ഇതൊക്കെ സബ്ജക്റ്റുകളായിട്ട് വരുമ്പോൾ നമ്മളവിടെ ഡു ഉപയോഗിക്കുന്നു, ഡു ഹാവ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റൊക്കെ സബ്ജക്റ്റ് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡസൻറ്റ് ഹാവ് ഉപയോഗിക്കുന്നു കേട്ടോ. ഇത്രയും ഡിഫറൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക്